അധികാരത്തിൽ UDF കയറിയല്ലോ, 3 ഓപ്ഷൻ ഉണ്ട്. ആരൊക്കെയാണെന്ന് അറിയാലോ, പിന്നെ മുഖ്യമന്ത്രിയായിട്ട്. അപ്പം നിന്റെ ഒരു സജഷൻ പറയുവാണെങ്കിൽ ആരായിരിക്കും? സജഷൻ പറയുമ്പോൾ ആര് വന്നാലും നമുക്ക് കേരളത്തിൽ നല്ല ചെയ്യാൻ മാത്രമേ നമ്മൾ സമ്മതിക്കുള്ളൂ. ഓക്കെ ഓക്കെ ശരി. അതല്ല, എന്നാലും ഒരു ഇപ്പോൾ VD സതീശനാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു കത്തി നിൽക്കണം, ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നിന്റെ ഒരു അഭിപ്രായം, പുള്ളി മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ നല്ലപോലെ പ്രവർത്തനം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അത് തീരുമാനിക്കാൻ അവരാണ്, നമുക്ക് അഭിപ്രായം പറയാനുള്ളൂ. അവരുടെ അപ്പം നിന്റെ അഭിപ്രായം പറ, എന്തായിരിക്കും നിന്റെ അഭിപ്രായം? എനിക്കങ്ങനെ വലിയ പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല. ആര് വന്നാലും നമ്മൾ ഇടതുപക്ഷം ഇവിടെ തന്നെ ഉണ്ടാവും. ഇടതുപക്ഷം ഇവിടെ കേരളത്തിന് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അവരെ ജനങ്ങൾക്ക് ആവശ്യമായ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പ്രതികരിക്കും. നമ്മൾ ഇടതുപക്ഷം ഭരിച്ച സമയത്ത് 10 വർഷം നമ്മൾ കണ്ടാണ് മലയോര ഹൈവേ, അതുപോലെ ബൈപ്പാസ്, നമുക്കൊരു പാലം, നമുക്കവിടെ പാലത്തിൽ പേര് ഞാൻ മറന്നു. നമുക്ക് ആ ആൾക്കാർക്ക് ഇക്കരെ വന്ന് സിനിമ കാണാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ അവർ സുഖമായിട്ട് വന്ന് സിനിമ കണ്ട് തിരിച്ച് പോകാൻ അവർക്ക് ബോർഡില്ലാഞ്ഞിട്ട് അവർ കടവയ്ക്കാൻ തുടങ്ങിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറി ഇപ്പോൾ അവർ സൗകര്യമായി കൊടുത്തിട്ട് പുതിയ പാലം പണിതിട്ടുണ്ട്. അവർക്ക് യാത്ര ഭയങ്കര എളുപ്പമായിട്ട്. കാരണം ആ ദ്വീപായിട്ട് ആ സ്ഥലമായിട്ട് നമുക്കൊരു ബന്ധമില്ലായിരുന്നു. കാരണം വെള്ളത്തിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അവിടെ പുതിയ പാലം വന്നു. ഈ പാലം പണിത് വയനാട് പുതിയ പാലം പണിതിട്ടുണ്ട്. വയനാട് ടൗൺഷിപ്പ് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ചൂരൽമല നടന്ന അപകടം നമുക്കെല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് LDF സർക്കാർ അവിടെ നല്ല രീതിയിൽ 170 പേർക്ക് സംതിങ് ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അതിന് വേണ്ടി പണ്ട് പിരിച്ചെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് കണക്കോ കൃത്യമരകളൊന്നുമില്ല. പിന്നെ അവർ കല്ലിട്ടെന്ന് പറയുന്നുണ്ട്. കല്ലിടാന്ന് മാത്രമേ അവർക്ക് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് അറിയാം 2016 തുടങ്ങിയ കാലത്തിൽ നമുക്കിവിടെ പെൻഷന് 18 മാസം കുടിച്ച് ഉൾപ്പെടെ കൊടുത്തു തീർത്ത് നമ്മുടെ LDF സർക്കാരാണ്. പിന്നെ പറയാനുള്ളത്, ഈ ഇപ്പോഴത്തെ നമ്മൾ കണ്ടു, ഈ നമ്മൾ ജനങ്ങളുടെ വിധി പ്രകാരം നമ്മൾ ലക്ഷ്യം തോറ്റെങ്കിലും നമുക്ക് ഇവിടെ പ്രവർത്തിക്കാൻ ഭരണം വേണമെന്നില്ല. ഇടതുപക്ഷത്തിന് ഇവിടെ ഭരിക്കാൻ ഭരണം വേണമെന്നില്ല. നമുക്ക് പ്രതിപക്ഷമായിട്ട് നിന്നാലും നമ്മൾ കേരള ആടിനെ കൊണ്ടുപോയി ചെയ്യും. അത് അനക്കാണ്ട് നമുക്ക് എങ്ങനെ പ്രതിഷേധിച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം നമുക്ക് സമരം ചെയ്തതിന് നമ്മൾ ഇതുവരെ മുന്നോട്ട് വന്നിട്ടുള്ളത് കേരളത്തിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചതിന് ആൻസർ ഇതുവരെ പറഞ്ഞില്ല. അത് തന്നെയെന്ന് പറഞ്ഞില്ല. അതായത് ഇപ്പോൾ അധികാരത്തിൽ UDF കയറിയല്ലോ, 3 ഓപ്ഷൻ ഉണ്ട്. ആരൊക്കെയാണെന്ന് അറിയാലോ, പിന്നെ മുഖ്യമന്ത്രിയായിട്ട്. അപ്പം നിന്റെ ഒരു സജഷൻ പറയുവാണെങ്കിൽ ആരായിരിക്കും? സജഷൻ പറയുമ്പോൾ ആര് വന്നാലും നമുക്ക് കേരളത്തിൽ നല്ല ചെയ്യാൻ മാത്രമേ നമ്മൾ സമ്മതിക്കുള്ളൂ. ഓക്കെ ശരി. അതല്ല, എന്നാലും ഒരു ഇപ്പോൾ VD സതീശനാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു കത്തി നിൽക്കണം, ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നിന്റെ ഒരു അഭിപ്രായം, പുള്ളി മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ നല്ലപോലെ പ്രവർത്തനം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അത് തീരുമാനിക്കാൻ അവരാണ്, നമുക്ക് അഭിപ്രായം പറയാനുള്ളൂ. അപ്പം നിന്റെ അഭിപ്രായം പറ, എന്തായിരിക്കും നിന്റെ അഭിപ്രായം? എനിക്കങ്ങനെ വലിയ പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല. ആര് വന്നാലും നമ്മൾ ഇടതുപക്ഷം ഇവിടെ തന്നെ ഉണ്ടാവും. ഇടതുപക്ഷം ഇവിടെ കേരളത്തിന് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അവരെ ജനങ്ങൾക്ക് ആവശ്യമായ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പ്രതികരിക്കും. സമരങ്ങളിലൂടെ നമ്മൾ പ്രതികരിച്ചിരിക്കും. യുവജനങ്ങൾ എങ്ങനെ വന്നടാ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ക്യാമറ കാണുമ്പോൾ ഓടിപ്പോവുക. കാരണം ഇതൊക്കെ നല്ല കാര്യം. നിങ്ങൾ രാഷ്ട്രീയ ബോധം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പം നിനക്കൊക്കെ എന്ന് പറയുമ്പോൾ നീക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നല്ല. ഉണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ക്യാമറ കൊണ്ട് ഒന്നും പറയത്തില്ല. മുഖ്യമന്ത്രി ആരാന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ശക്തമായ തീരുമാനങ്ങളാണ്. 3 പേരെ ഇപ്പോൾ ഓപ്ഷനുള്ളത്. നിന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ നീ ആരായിരിക്കും ചൂസ് ചെയ്യണത്? എൻ്റെ അഭിപ്രായത്തിൽ എനിക്കാണെങ്കിൽ LDF തന്നെ 3ാമത് വരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. ജനങ്ങളുടെ തീരുമാനം വേറെ ആയിരുന്നു. ജനങ്ങൾ മാറ്റി എഴുതി. അത് തന്നെ. പക്ഷെ നീ അതിന് യോജിക്കുന്നുണ്ടായിരുന്നു? മാറ്റി എഴുതി കാരണം ഉള്ളതുകൊണ്ടല്ല അങ്ങനെ വന്നത്? ഇല്ല, മാറാൻ വേണ്ടി ഒരു കാരണങ്ങളുണ്ട്. 10 വർഷം നന്നായിട്ടാണ് ഭരിച്ചത്. അതുപോലെ തന്നെ 10 വർഷം മാറേണ്ടതായിട്ടുള്ള വികസനങ്ങൾ, പെൻഷൻ കൂട്ടി, അതുപോലെ തന്നെ വയനാട്ടിൽ ദുരന്തത്തിലാണെങ്കിലും എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാനുള്ള പരിപാടികൾ ഏർപ്പെടുത്തി. പിന്നെ അതുപോലെ തന്നെ വേറെയുള്ള എല്ലാ കാര്യങ്ങളിലും വിഴിഞ്ഞത്താണെങ്കിലും തുറമുഖം കൊണ്ടുവന്നു. അതുപോലെയുള്ള എല്ലാ വികസനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സർക്കാർ. അത് മാറണം എന്ന് ആഗ്രഹമില്ലായിരുന്നു. 3ാമത് ഭരണത്തിൽ തന്നെ വരണം എന്ന് ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരു പക്ഷം ഇങ്ങനൊരു ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിജയം ഇങ്ങനെ വന്നത്. അപ്പൊ അതിനോട് നീ യോജിക്കുന്നുണ്ടോ? അത് ഇപ്പോഴത്തെ വികസനം ഇത്ര നീ പറഞ്ഞല്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയൻ അങ്ങനെ തിരുത്തി എഴുതിയെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിന്റെ അഭിപ്രായം? ഇപ്പോൾ ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നാളോട് ഭരിക്കുന്നതുകൊണ്ട് മാറണം എന്നുള്ളൊരു എന്ന് വെച്ചാൽ 10 കൊല്ലമായിട്ട് ഇടതുപക്ഷം തന്നെയാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അപ്പോഴത്തേനും മാറണമെന്ന് വിചാരിച്ച് കാണണമായിരിക്കണം. കാരണം അവർക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നി കാണും അല്ലേ? കുറ്റബോധം തോന്നിയതായിരിക്കുമല്ല ചിലപ്പോൾ. ഇപ്പോൾ എന്ന് വെച്ചാൽ പിള്ളേരുടെ കാലം എന്ന് പറയുമ്പോഴത്തേനും ജെൻസി പിള്ളേരൊക്കെ അല്ലേ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ട് നിൽക്കാനുള്ള ഒരു അഭിപ്രായം, അങ്ങനത്തെ ഇത് നിലപാടുകൾ എന്നുവെച്ചാൽ കുറച്ച് ആളുകൾക്ക് പൊളിറ്റിക്കൽ പരമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ചുമ്മാ ആൾക്കും വോട്ട് കൊടുത്ത് വിടത്തുള്ളായിരിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ മാറിയതായിരിക്കാൻ സാധ്യത. അപ്പോൾ നിന്റെ അഭിപ്രായം 3ാം വട്ടം വരണം തന്നെയായിരുന്നല്ലേ? 3ാം വട്ടം വരണം തന്നെ ആഗ്രഹം. അപ്പോൾ ജനങ്ങൾ തിരുത്തി എഴുതി. അപ്പോൾ നീ ഇത് യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ UDF പ്രസ്താവന ചോദിച്ചാൽ നമ്മൾ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അല്ല, എൻ്റെ അഭിപ്രായം അതല്ല. എന്നാലും നമുക്ക് ഇവിടെ ജീവിക്കണമല്ലോ, നമുക്ക് മാറി വരണമല്ലോ.
ഭരണം മാറി മാറി വന്നതിന്റെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം അതാ. അപ്പോൾ തുടർഭരണം ഇല്ലെന്ന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ നമ്മളത് അംഗീകരിച്ചാലേ പറ്റുള്ളൂ. അംഗീകരിക്കണം. ഇപ്പൊ തോൽവി വിജയൊക്കെ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ തോൽവി അംഗീകരിക്കുന്നു. അതല്ലടാ ഞാൻ പറഞ്ഞേ, ഇതിപ്പോ പ്രസ്താവന ഇവര് UDF അധികാരത്തിൽ കയറുമല്ലോ, കയറി കഴിഞ്ഞാൽ നീ അത് യോജിക്കുന്നുണ്ടോന്ന് ചോദിച്ചേ. മീൻസ് ഇതിപ്പോ നീ തന്നെ കാണാൻ സീറ്റിന് വേണ്ടി തമ്മിത്തലിലൊക്കെയാണ്. അപ്പൊ ഭരിക്കാനും കൂടി വന്നിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിന്റെ ഒരു അഭിപ്രായം വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആയിട്ട് നീ ഒരു എന്തെങ്കിലും ഒരു ചുമ്മാ ഒരു അഭിപ്രായം പറ. ഹൈക്കമാൻഡാണ് തീരുമാനിക്കണത്, പക്ഷെ നിന്റെ ഒരു അഭിപ്രായം പറ. അഭിപ്രായമൊന്നുമില്ല. എന്നാലും VD സതീശനുണ്ട്, KC വേണുഗോപാലനുണ്ട്, പിന്നെ നമ്മുടെ ചെന്നിത്തല. എന്നാലും നിന്റെ ഒരു ഇത് പറ. ഇപ്പൊ എന്തായാലും ടൈറ്റ് നടന്നുകൊണ്ടിരിക്കുമല്ലോ ഭയങ്കരമായിട്ട്. അപ്പൊ നിന്റെ അഭിപ്രായം പറ. ആര് വന്നാലും എനിക്ക് അങ്ങനെ ഒന്നും കുഴപ്പമില്ല. നിനക്ക് തൃപ്തിയാണില്ല, നിനക്ക് മറ്റേ മൂന്നാം വട്ടം തന്നെ നിനക്ക് ഇഷ്ടം. അതെ, പിണറായി അഡിക്റ്റഡ് ആയിട്ടിരിക്കുവല്ലേ, ഫാനാണ്. ഫാനല്ല, നമ്മൾ LDF സർക്കാർ ഒരു ഇടതുപക്ഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, നീ അതിന്ന് മാറൂല. ടൈറ്റാ മാറണ്ട. അപ്പൊ നിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ UDF-നോട് നീ യോജിക്കുന്നില്ല അല്ലേ? യോജിക്കുന്നില്ല. യോജിക്കുന്നില്ല. ഓക്കെ ശരി.